കൃപ നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തി പാപത്തിൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്താം? വിശുദ്ധ മദർ തെരേസയോട് കൂടെ പ്രവർത്തിച്ച ഒരു സിസ്റ്ററിനെ പരിചയമുണ്ട്. ആ സിസ്റ്റർ ഏകദേശം 85-88 വയസ്സുള്ള ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മദറിൻ്റെ കൂടെയായിരുന്ന സമയത്ത് രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ മദർ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇനി രാവിലെ 4:30-ക്കോ 5 മണിക്കോ എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെയും കാണുന്നത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മദറിനെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ ഞാൻ രാത്രിയിൽ എൻ്റെ മുറിയിലേക്ക് പോകുമ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്നു കഴിയുമ്പോഴും ഞാൻ കാണുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മദറിൻ്റെ ചിത്രമാണ് എന്ന്. സ്നേഹമുള്ളവരെ, അത് പറയാൻ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ കൂട്ടിച്ചേർത്തു, മദറിൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് മറ്റു പലരുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അത് ഞങ്ങളിങ്ങനെ കാണുകയായിരുന്നു. അങ്ങനെ വന്നപ്പം ആരും നിർബന്ധിക്കാതെ തന്നെ ഞങ്ങളും ദൈവസന്നിധിയിലിരിക്കാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളത്. സ്നേഹമുള്ളവരെ, കൃപ എവിടെയാണ് നഷ്ടപ്പെടുക? കൃപ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊന്നും പിന്നെ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട്. 2021 ശേഷം വലിയ മാറ്റങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി 2021 ഞാനത് വികസിപ്പിച്ചെടുത്തത്. കാരണം എന്താ? ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം പല അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, എനിക്കിപ്പോഴും സന്തോഷമുണ്ട്. കാരണം എന്താ? ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ പോലും അവിടെയും ടെൻഷനും എല്ലാം നമ്മൾ നേരിടേണ്ടി വരും. അസ്വസ്ഥതയും സ്ട്രെസ്സും എല്ലാം നേരിടേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പ്രത്യേകിച്ച് ഈ മദർ തെരേസയുടെ ജീവിതമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഞാനും കണ്ടെത്തിയത് ദിവ്യകാരുണ്യ സന്നിധിയിൽ അഭയം തേടുവാനാണ്. ഞങ്ങൾ വൈദികർ ഒരുമിച്ചിരുന്ന് രാത്രിയിൽ നിശാപ്രാർത്ഥനയൊക്കെ ചൊല്ലും. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 9:45, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ തിരിച്ച് പള്ളിയിലേക്ക് വരും. ചില ടോക്കുകൾ പോലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ്. ഞാൻ തമ്പുരാനോട് ചോദിക്കും, തമ്പുരാനെ, നാളെ ഒരു ടോക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യാനുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അങ്ങ് വെളിപ്പെടുത്തി തരണമേ. കാരണം എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പം റിപ്പറ്റേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുവാനായിട്ട് സാധിക്കണം. അങ്ങനെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ കൃപ തരണമേ എന്ന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്. 1-2 ആഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്തൊരുങ്ങി പറഞ്ഞ ടോക്കുകളുണ്ട്. എന്നാൽ പലപ്പോഴും തിരക്ക് മൂലം അധികമൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പം ആ ഒരു മണിക്കൂറിൽ ദൈവം കുറേ ചിന്തകൾ തരും. പിന്നെ ആ പതുക്കെ ആ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് ബൈബിളിലൂടെ യാത്ര ചെയ്ത് ജീവിത അനുഭവങ്ങളിലൂടെ പോയി കഴിയുമ്പം ദൈവം ശക്തിപ്പെടുത്തുന്നതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള, പ്രത്യേകിച്ച് 2021 മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്നത് ഞാൻ മുടക്കിയിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുള്ളത്, കിടക്കുന്നതിന് മുൻപ് ശാന്തമായിട്ട് ഒരു 10-15 മിനിറ്റ് കസാരയിലിരിക്കും. ആ ദിവസത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കും. തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ തിക്താനുഭവങ്ങളുണ്ടാവും. എന്നാൽ പോസിറ്റീവായിട്ട് ആ ദിവസത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയും. നമ്മളെ സഹായിച്ച വ്യക്തികൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ, മനസ്സ് പതറിയപ്പോഴും ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ഇവയൊക്കെ ഓർത്ത് നന്ദി പറയാറുണ്ട്. അപ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറവുകൾ, പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കും, ദൈവമേ നാളെ അതൊന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് കടക്കാനായിട്ട് പോകുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവയൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുമ്പം കൃപ നഷ്ടപ്പെടുന്നൊരവസ്ഥ
കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല, സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം ഇതാണ്. തിരക്കേറിയ ജീവിതമാണ് നയിക്കുന്നത്. ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിലും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം ആരാണ്? ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവം എന്ന് പറയുന്നത് അവരുടെ ജോലിയായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, അവരുടെ ചില ശീലങ്ങളായിരിക്കാം, അവരുടെ സുഖങ്ങളായിരിക്കാം, അവരുടെ പണമായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം, സൽപ്പേരായിരിക്കാം. ഇവയൊക്കെ ആയിരിക്കാം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവം. അങ്ങനെ വന്നു കഴിയുമ്പം ഇതെത്രമാത്രം കിട്ടിയാലും മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് പരക്കം പായച്ചില്ല ആ ജീവിതത്തിൽ. അങ്ങനെ വന്നു കഴിയുമ്പം എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പം ദൈവമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന ചിന്ത വരാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്, അനുഗ്രഹങ്ങൾ തരുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹയാണ്. വിശുദ്ധ പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അങ്ങനെ കൃപ കിട്ടണമെങ്കിൽ വിനയം ആവശ്യമാണ്. ഇനി കൃപ കിട്ടിയെങ്കിൽ മാത്രമേ സന്തോഷവും സമാധാനവും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൃപ എവിടെയാണ് നഷ്ടമായത്? ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. സന്തോഷം അനുഭവിക്കാൻ, സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നന്ദി പറയാം. എന്നാൽ പലപ്പോഴും ഇത് സാധിക്കുന്നില്ല. ആകെ ഒരു അസ്വസ്ഥത, ജീവിതം യാന്ത്രികമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് പോലുമുള്ള തോന്നലുകളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷികമാണ്. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയൊരു ശക്തി നമുക്ക് ലഭിക്കും. ആ ശക്തി ലഭിച്ചു കഴിയുമ്പം ജീവിതത്തിൽ എത്ര തിക്ത അനുഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. ആയതിനാൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അനുഗ്രഹങ്ങൾ, കൃപകൾ അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ, എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്, എന്താണ് ഇനി കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് വിനയത്തിലേക്കൊന്ന് വരുവാനായിട്ട്, നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.